നമസ്കാരം. PSC ആസ്പിരൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് LP, UP അതുപോലെ തന്നെ HSA തുടങ്ങിയ ടീച്ചേഴ്സ് എക്സാംസിൻ്റെ റിവ്യൂസ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൽ വരുന്ന വീഡിയോസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ കാണുക. കാരണം നിങ്ങൾ ഏതെങ്കിലും എക്സാംസ് മെയിൻലി LP, UP അതുപോലെ HSA, HSST ഒക്കെ നിങ്ങൾ എഴുതുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുൻപ് LP, UP ആയി ബന്ധപ്പെട്ട വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ പ്ലേ ലിസ്റ്റ് എടുത്താൽ അതിൽ സെപ്പറേറ്റ് ആയിട്ട് ഒക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോസ് വേണമെങ്കിലും കാണാം. കൂടാതെ SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുടെ വീഡിയോസ് ഇതിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത്, നമുക്കറിയാം 2018 ഡിസംബറിലും അല്ലെങ്കിൽ 2019 ജനുവരിയിലുമായിട്ട് വന്ന ലിസ്റ്റാണ് ഇപ്പോൾ നിലവിലുള്ള UP സ്കൂൾ അസിസ്റ്റൻ്റ് 14 ജില്ലകളിലും. ഈ 14 ജില്ലകളിലും ലിസ്റ്റ് നിലവിലുണ്ട് എന്ന് പറയുമ്പോൾ അതിലൊരു 2-3 ജില്ലകളിൽ ലിസ്റ്റ് ഏകദേശം തീർന്നു എന്ന നിലയിൽ തന്നെയാണ്. എസ്പെഷ്യലി കാസർഗോഡൊക്കെ തീർന്നിട്ടുണ്ട്. ഇപ്പോൾ 2020 സജീവമായിട്ട് കുറച്ച് നിയമനങ്ങളൊക്കെ ജൂണിൽ നടന്നിരുന്നു. പക്ഷെ പിന്നീട് കൊറോണ കാരണം UPSC പോസ്റ്റിലേക്ക് അധികം നിയമനങ്ങളൊന്നും എവിടെയും നടന്നിട്ടില്ല. അപ്പോൾ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കമൻസിൽ, ഇപ്പോൾ UPSCയിൽ ഈ അടുത്ത നിയമനങ്ങൾ അവിടെ നടക്കുമോ, അല്ലെങ്കിൽ എവിടെ ഇപ്പോൾ എത്ര നിയമനമായിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇതിന് മുൻപുള്ളത് ഡിസംബർ വരെയുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കിട്ടുന്നതാണ്. ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും 2021 അതായത് ഈ വർഷം തുടങ്ങിയതിന് ശേഷം ജനുവരി അല്ലെങ്കിൽ ഈ ഫെബ്രുവരി, ഇന്നിപ്പം 17, 18 ആ ഒരു കാലയളവ് ആവുന്നവരെ ഏതൊക്കെ ജില്ലകളിൽ PSC അഡ്വൈസ് അയച്ചിട്ടുണ്ട് പുതിയ തസ്തികയിലേക്ക്, എസ്പെഷ്യലി UPSA പോസ്റ്റിലേക്ക് എത്ര PSC അഡ്വൈസ് പോയിട്ടുണ്ട് ഈ 2021 ഇപ്പം ഞാൻ 2021 നിയമനം നടന്ന ജില്ലകൾ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നതെങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് 2021 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം PSC അഡ്വൈസ് കൊടുത്ത ജില്ലകളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 14 ജില്ലകളാണുള്ളത്. ഇപ്പം നമുക്ക് വളരെ ദുഃഖകരമായ കാര്യമാണെന്ത്, ഇതിൽ 2 ജില്ലകളിൽ മാത്രമാണ് 2021 കുറച്ചെങ്കിലും അഡ്വൈസ് പോയിട്ടുള്ളത്. 2 ജില്ലകൾ മാത്രം. അപ്പം നമുക്ക് ഏതൊക്കെ ജില്ലകളാണ് അതൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ജില്ല നമ്മുടെ സ്വന്തം വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയിലേക്ക് 19/1/2021 8 ഫ്രഷ് വേക്കൻസിയിലേക്ക് അഡ്വൈസ് PSC അയച്ചിട്ടുള്ളത്. പക്ഷെ അവരുടെ അപ്പോയിൻമെൻറ്റ് പ്രോസസ്സും കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. എനിവേ ഞാൻ പറഞ്ഞു, ഞാൻ ആ ടൈറ്റിൽ 2021 PSC UPSC തസ്തികയിൽ നിയമനം നടന്ന എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ മനസ്സിലാക്കേണ്ടത് PSC അഡ്വൈസ് അയച്ച ഏതൊക്കെ ജില്ലകളെന്നാണ്. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ ഇപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ 134 എത്തിയിട്ടുണ്ട്, EVA 137 എത്തിയിട്ടുണ്ട്. SC ST ഒക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പോയ കാര്യം നമ്മൾ ഇതിന് മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുസ്ലിമിൻ്റെ റാങ്ക് നോക്കാം, 194ാമത്തെ റാങ്കുള്ള മുസ്ലിം വിഭാഗക്കാരനും നിയമനം ലഭിച്ചിട്ടുണ്ട്. LC സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് കടന്നിട്ടുണ്ട്. OBC ഓപ്പൺ കോമ്പറ്റീഷനിൽ തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. വിശ്വകർമ്മ 120 തന്നെയാണ്. കഴിഞ്ഞ വട്ടവും 120 തന്നെയായിരുന്നു. വല്ല അപ്ഡേറ്റ്സ് ആ ഒരു കാറ്റഗറിയിൽ വന്നിട്ടില്ല. ഇപ്പോൾ വയനാട് ജില്ലയിൽ ആണ് ഒന്ന്. 2021 UPSC പോസ്റ്റിലേക്ക് PSC അഡ്വൈസ് അയച്ച ഒരു ജില്ല വയനാടാണ്. ഇനി നമുക്ക് അടുത്ത ജില്ല ഏതാ നോക്കാം. രണ്ടാമത്തെ ജില്ല നമ്മുടെ എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 159 വരെ എത്തി, ഇഴവ 174 വരെ എത്തി. SC സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 10, ST സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3 വരെ എത്തിയിട്ടുണ്ട്. മുസ്ലിം വിഭാഗം 166 എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ OBC 164, വിശ്വകർമ്മ 165 എത്തി നിൽക്കുന്നുണ്ട്. ഇവിടേക്ക് 8 ഫ്രഷ് വേക്കൻസിയിലേക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. അഡ്വൈസ് പോയിട്ടുള്ള ഡേറ്റ് നിങ്ങൾക്ക് അവിടെ അടിയിൽ കാണാം. അഡ്വൈസ് പോയിട്ടുള്ളത് 28/1/2021 വയനാട്ടിലേക്ക് 19/1/2021. അതായത് 2021 ജനുവരിയിൽ അഡ്വൈസ് പോയിട്ടുള്ള 2 ജില്ലകളിലെ നിയമന നിലയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഏത് UPSA പോസ്റ്റുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും പുതുതായിട്ടുള്ള അപ്ഡേറ്റ്സ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കുന്ന കാര്യം 14 ജില്ലകളിൽ 2 സ്ഥലത്തായി ഇപ്പോൾ ജനുവരി ഫെബ്രുവരി ആയിട്ടും അവിടെ അഡ്വൈസ് എങ്കിലും പോയിട്ടുള്ളൂ എന്നതാണ്. ഇനി വരാൻ പോകുന്ന നിയമനങ്ങൾ അല്ലെ വരാൻ പോകുന്ന അഡ്വൈസുകൾ എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയായി ബന്ധപ്പെട്ടായിരിക്കും. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു ഗവൺമെൻറ് ഒരു റൂൾ ഇറക്കിയത് അല്ലേ. കാരണം ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള എല്ലാ വേക്കൻസീസും ഉടൻ തന്നെ PSCക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു റൂള് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി റിപ്പോർട്ട് ചെയ്യാത്ത ഒഴിവുകളിലേക്ക് ഉടൻ തന്നെ എന്താ പറയുക, അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്ന് PSC ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുന്നതും അഡ്വൈസ് പെട്ടെന്ന് ഉണ്ടാവുന്നതും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.